ശാസ്താംകോട്ട ഭരണിക്കാവ് പാതയിൽ കാറിടിച്ച് 2 വൈദ്യുത തൂണുകൾ തകർന്നു. ഒടിഞ്ഞു വീണ തൂൺ സ്കൂട്ടർ യാത്രികന്റെ ദേഹത്തും വാഹനത്തിനുമേലും പതിച്ചു. യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറിന്റെ മുൻഭാഗവും സ്കൂട്ടർ ഭാഗികമായും തകർന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ശാസ്താംകോട്ട ടൗൺ മസ്ജിദിന് സമീപമായിരുന്നു അപകടം നടന്നത്. ശാസ്താംകോട്ട ഭാഗത്തേക്ക് വന്ന കാർ കിഴക്കുഭാഗത്തുള്ള വൈദ്യുത തൂണിൽ ആദ്യം ഇടിക്കുകയും വൈദ്യുതി തൂൺ മറിഞ്ഞ് കാറിന് മുകളിലേക്ക് പതിക്കുകയും ചെയ്തു. മുന്നോട്ട് നീങ്ങിയ കാർ അടുത്ത തൂണിലും ഇടിച്ചു. പാതയ്ക്ക് കുറുകെ വീണ തൂൺ എതിർദിശയിൽ ഭരണിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിന് മുകളിലേക്കും ഓടിച്ചിരുന്ന ഇടയ്ക്കാട് സ്വദേശിയായ പുഷ്പാഗതന്റെ ദേഹത്തേക്കുമായി വീണു. നിയന്ത്രണം വിട്ടുമറിഞ്ഞ സ്കൂട്ടറിൽ നിന്ന് പുഷ്പാഗതൻ തെറിച്ചു വീണു. സമീപത്തുണ്ടായിരുന്നവരെത്തി പുഷ്പാഗതനെ പുറത്തെടുത്ത് അതുവഴി വന്ന വാഹനത്തിൽ ആശുപത്രിയിലാക്കി. ഇയാളുടെ മുഖത്തും ദേഹത്തും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കാർ ഓടിച്ചിരുന്ന ശാസ്താംകോട്ട രാജഗിരി സ്വദേശിയായ യുവതിയും കാറിലുണ്ടായിരുന്ന 4 കുട്ടികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രദേശത്ത് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേനയും KSEB ഉദ്യോഗസ്ഥരും ചേർന്ന് തൂണും ലൈനും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകടത്തിൽപ്പെട്ട കാർ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തിനിടെ ശാസ്താംകോട്ട ടൗണിലെ ട്രാൻസ്ഫോമറിൽ തീ പടർന്നതും ആശങ്കയുയർത്തി. 1 മണിക്കൂറോളം വൈദ്യുതിയും തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.